അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് സമീപം രാവിലെ തിരക്കേറിയ സമയത്തുണ്ടായ ബസ് അപകടം വാഷിംഗ്ടൺ ഡിസിയെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പൊതുഗതാഗത ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ ഈ ദുരന്തത്തിൽ 23 പേർക്കാണ് പരിക്കേറ്റത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളിൽ ഒന്നിൽ നടന്ന ഈ അപകടം ഗതാഗത സംവിധാനങ്ങളെ തകിടം മറിക്കുകയും നഗരത്തെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തുകയും ചെയ്തു. പെന്റഗൺ സൗത്ത് പാർക്കിംഗ് ലോട്ടിന് സമീപമാണ് അപകടം നടന്നത്. രാവിലെ ജോലിക്ക് പോകുന്നവരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും വലിയ തിരക്കുള്ള സമയത്താണ് രണ്ട് ബസ്സുകൾ കൂട്ടിയിടിക്കുന്നത്. ഒരു ഒമ്നി റൈഡ് ബസ്സും ഒരു ഫെയർഫാക്ട് കണക്ടർ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ ആഘാതത്തോടെയായിരുന്നു ബസ്സുകൾ തമ്മിലിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും പ്രതിരോധ മന്ത്രാലയത്തിലെ ജീവനക്കാരാണെന്നാണ് ലഭിക്കുന്ന വിവരം. ജോലി സ്ഥലത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇവർക്ക് ഈ ദുരന്തം നേരിടേണ്ടി വന്നത്. സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പെന്റഗൺ സുരക്ഷാ വിഭാഗവും പ്രാദേശിക പോലീസും സ്ഥലത്തെത്തി നിയന്ത്രണം ഏറ്റെടുത്തു. ആകെ 23 പേർക്ക് പരിക്കേറ്റതിൽ 18 പേരുടെ നില ഗുരുതരമായതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ബാക്കിയുള്ളവർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും പലർക്കും മാനസികമായ ആഘാതം വലുതാണ്. ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പെന്റഗൺ മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പ്രധാന റോഡുകൾ അടച്ചതോടെ കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായത്. പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം പുനഃക്രമീകരിക്കേണ്ടിയും വന്നു. രക്ഷാപ്രവർത്തനത്തിനായി ഡസൻ കണക്കിന് ആംബുലൻസുകളും അഗ്നിശമന സേനാ യൂണിറ്റുകളും സംഭവ സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. തകർന്ന ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയവരെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തകർ വളരെ പെട്ടെന്ന് ഇടപെട്ടതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കാനായത്. എങ്കിലും ബസ്സുകൾക്കുണ്ടായ നാശനഷ്ടം വളരെ വലുതാണ്. അപകടം നടന്ന ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ പ്രധാന ജീവനക്കാർക്ക് പരിക്കേറ്റത് ഗൗരവകരമായാണ് അധികൃതർ കാണുന്നത്. അതീവ സുരക്ഷാ മേഖലയായതിനാൽ തന്നെ ഈ അപകടത്തിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് രണ്ട് ബസ്സുകൾ ഇത്തരത്തിൽ കൂട്ടിയിടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണോ അതോ സാങ്കേതിക തകരാറാണോ എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അപകട സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളും തുടരുകയാണ്. വാഷിംഗ്ടൺ ഡിസിയിലെ ഗതാഗത സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഈ അപകടം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പെന്റഗൺ പോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ബസ് സർവീസുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ചർച്ചകൾ സജീവമായി. വരും ദിവസങ്ങളിൽ ഗതാഗത നിയമങ്ങളിൽ കൂടുതൽ കർശനമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന സൂചനയുമുണ്ട്. രാവിലെ നടന്ന ഈ ദുരന്തം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. പെന്റഗൺ സൗത്ത് പാർക്കിംഗ് ലോട്ട് മേഖലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും ഈ സംഭവം വലിയൊരു പാഠമായി മാറി. ഗതാഗത കുരുക്ക് നീക്കാനും ബസ്സുകൾ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാനും മണിക്കൂറുകളാണ് വേണ്ടി വന്നത്. അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഒന്ന് റോഡിലെ ഡിവൈഡറിലേക്ക് കയറിയ നിലയിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പല യാത്രക്കാർക്കും സീറ്റുകളിൽ നിന്ന് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. സംഭവ സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും ബസിന്റെ ഭാഗങ്ങളും അപകടത്തിന്റെ തീവ്രത വിളിച്ചോതുന്നുണ്ട്. അപകടം നടന്ന സമയത്ത് പരിഭ്രാന്തരായ യാത്രക്കാർ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. പലരും ഭയന്ന അവസ്ഥയിലായിരുന്നു. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ പരിഭ്രാന്തി കുറയ്ക്കാൻ സഹായിച്ചു. പരിക്കേറ്റവർക്ക് മാനസിക പിന്തുണ നൽകാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത തടസ്സം മൂലം പെന്റഗണിലെ ജോലി സമയത്തെയും ഇത് സാരമായി ബാധിച്ചു. പല ജീവനക്കാരും ഓഫീസുകളിലെത്താൻ വൈകി. സുരക്ഷാ കാരണങ്ങളാൽ റോഡുകൾ അടച്ചതും പരിശോധനകൾ കർശനമാക്കിയതും തിരക്ക് വർദ്ധിപ്പിച്ചു. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനുള്ള അടിയന്തര പദ്ധതികൾ അധികൃതർ ഒരിക്കൽ കൂടി പരിശോധിച്ചു. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. ഡ്രൈവർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച പരിശോധനകളും ഡ്രൈവർമാരിൽ നടത്തും.
പെന്റഗൺ മേഖലയിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഉറപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വാഷിംഗ്ടൺ മെട്രോപൊളിറ്റൻ ഏരിയ ട്രാൻസിറ്റ് അതോറിറ്റിയും ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഗതാഗത വകുപ്പ് ഉറപ്പു നൽകി. ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലത്ത് നടന്ന ഈ അപകടം അമേരിക്കൻ തലസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഗതാഗത സംവിധാനങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.